ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായണ പാരായണം 7-ാം ദിവസം. ഭരതൻ രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു വിളിക്കാനായി ഉദ്യമിക്കുന്നു. രാമഭരത സമാഗമം. വസിഷ്ഠൻ പറഞ്ഞു, രാമലക്ഷ്മണന്മാർ നാടുകടത്തപ്പെടുകയും ദശരഥ മഹാരാജൻ ഇഹലോകവാസം വെടിയുകയും ചെയ്തതിനാൽ അയോധ്യ ഇന്ന് അനാഥമായി തീർന്നിരിക്കുന്നു. കൈകേയിയുടെ കുതന്ത്രങ്ങളിൽ അങ്ങേക്ക് യാതൊരു പങ്കുമില്ലെന്നും ദശരഥൻ അങ്ങയെയാണ് അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചതെന്നും ഞങ്ങൾക്ക് അറിവുള്ളതാണ്. അങ്ങയുടെ സിംഹാസനാരോഹണത്തിനായിക്കൊണ്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ആയതിനാൽ ഇന്ന് തന്നെ സ്ഥാനാരോഹണത്തിന് അനുമതി നൽകിയാലും. ഈ അഭ്യർത്ഥന ഭരതഹൃദയത്തെ അതികഠിനമായി വ്രണപ്പെടുത്തി. നിറകണ്ണുകളോടെ ഭരതൻ മറുപടി പറഞ്ഞു, ഋഷിവര്യന്മാരെ, ജ്യേഷ്ഠപുത്രനാണ് രാജ്യഭരണാധികാരം എന്നത് നമ്മുടെ രാജവംശത്തിന്റെ ആചാരമത്രേ. ഇത് താങ്കൾക്കേവർക്കും സ്പഷ്ടമായിട്ട് അറിവുള്ളതാണ്. രാമന്റെ സേവകനായി സ്വയം കരുതുന്ന എനിക്ക് രാമന്റെ ജന്മാവകാശമായ സിംഹാസനം പിടിച്ചെടുക്കുക എന്നത് ചിന്തിക്കുക പോലും അസാധ്യം. എത്രയും പെട്ടെന്ന് വനത്തിൽ പോയി രാമനെ അയോധ്യയിലേക്ക് മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇതിൽ ഞാൻ പരാജിതനാകുന്ന പക്ഷം ലക്ഷ്മണനെ പോലെ ഞാനും രാമന്റെയൊപ്പം വനവാസം അനുഷ്ഠിക്കുന്നതായിരിക്കും. എത്രയും ശീഘ്രത്തിൽ പ്രബലമായ ഒരു സൈന്യം സജ്ജീകരിക്കുക. വിദഗ്ധരെ അയച്ച് പാതകളില്ലാത്തിടത്ത് അവ നിർമ്മിക്കുക. ഒരു തടസ്സവും കൂടാതെ നമുക്ക് ഗംഗാതീരത്തെത്തേണം. ഭരതന്റെ വികാരസാന്ദ്രമായ ഭാഷണം കേട്ടുനിന്ന എല്ലാ ജനങ്ങളുടെയും മിഴികൾ കണ്ണീരണിഞ്ഞു. അവന്റെ നിശ്ചയദാർഢ്യം കണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. സർവരുടെയും സമ്മതവും അനുഗ്രഹാശിസ്സുകളും ലഭിച്ചപ്പോൾ ഭരതന്റെ നയനങ്ങൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. അത് കഴിഞ്ഞ് മന്ത്രിമാർ എല്ലാവിധ നിർമ്മാണ തൊഴിലാളികളെയും കൈപ്പണിക്കാരെയും വിളിച്ചുകൂട്ടി. താമസം വിന ഒരു വലിയ സംഘം പണിക്കാർ രാജപാത നിർമ്മിക്കുവാനായി അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് പോയി. പണിക്കാർ ആദ്യമായി മരങ്ങൾ മുറിച്ച് അവയുടെ വേരുകൾ തോണ്ടിയെടുത്തു. എന്നിട്ട് എല്ലാ കുഴികളും നികത്തിയെടുത്തു. പുഴകൾക്ക് കുറുകെ പാലങ്ങൾ കെട്ടി. പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഇരുവശത്തും നിരനിരയായി പുഷ്പവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കുവാനായി അണക്കെട്ടുകൾ പടുതുയർത്തി. പണികൾ പൂർത്തിയായതും അയോധ്യ മുതൽ ഗംഗാതീരം വരെ നീണ്ടുകിടന്നിരുന്ന ആ രാജവീതി മുഴുവനും ചന്ദനത്തൈലം ചേർത്ത പരിമളജലം തളിച്ച് സുഗന്ധപൂർണമാക്കി. യാത്രക്കാരുടെ വിശ്രമത്തിനായി വൻ കൂടാരങ്ങൾ പണിതു. അവയെ സംരക്ഷിക്കുവാൻ ചുറ്റും വേലിയും കിടങ്ങുകളും ഉണ്ടാക്കി. ദേവന്മാർക്ക് പോലും സഞ്ചാരയോഗ്യമായ ആ രാജപാതകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാർത്തെടുത്തത്. അടുത്ത ദിനം സുമന്ത്രൻ തേരുമായി വന്നു. വിപുലമായ ഒരു സൈന്യത്തിന്റെ അകമ്പടിയോടെ അവർ യാത്രയാരംഭിച്ചു. വെവ്വേറെ തേരുകളിൽ യാത്ര ചെയ്തിരുന്ന കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവർ ഏക മനസ്സോടെ രാമന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാമനെ കാണാനുള്ള ആർത്തിയാൽ മറ്റനേകം പൗരന്മാരും ഭരതനെ അനുഗമിച്ചിരുന്നു. ഗംഗാതീരത്തെത്തിയ സംഘം രാത്രി വിശ്രമത്തിനായി അവിടെ തങ്ങി. ഭരതന്റെ വൻ സൈന്യത്തെ കണ്ട ഗുഹന് ഭരതൻ രാമനെ ആക്രമിക്കുവാൻ വന്നതാണോ എന്ന സംശയമുണ്ടായി. അതിനാൽ അദ്ദേഹം സ്വന്തം അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു: നാം എല്ലാവരും രാമന്റെ തോഴന്മാരാണ്, സേവകരാണ്. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് 100 ഭടന്മാർ നമ്മുടെ 500 വള്ളങ്ങളെ സംരക്ഷിക്കട്ടെ. ആവശ്യമെന്ന് വരികിൽ ഭരതൻ ഗംഗ കടക്കാതിരിക്കാനുള്ള പ്രതിവിധി നാം ചെയ്യേണ്ടതായി വരും. അനന്തരം അനേകം ഉപഹാരങ്ങളും കയ്യിലേന്തി ഗുഹൻ ഭരതനെ മുഖം കാണിക്കുവാൻ പോയി. ഭരതന്റെ ആഗമനോദ്ദേശ്യം അറിയുക എന്നതായിരുന്നു ഗുഹന്റെ ലക്ഷ്യം. ഗുഹനെ കണ്ട ഉടൻ സുമന്ത്രൻ രാമനും ഗുഹനും തമ്മിലുള്ള ഗാഢ സൗഹൃദത്തെക്കുറിച്ച് ഭരതനോട് പറഞ്ഞു. നിഷാദ രാജാവ് ഭരതനെ സമീപിച്ച് എല്ലാവിധ ആതിഥ്യ മര്യാദകളും വാഗ്ദാനം ചെയ്തു. ഭരതൻ അറിയേണ്ടിയിരുന്നത് ഭരദ്വാജ ആശ്രമത്തിലേക്കുള്ള മാർഗം മാത്രമായിരുന്നു. ഗുഹൻ പ്രതികരിച്ചതിങ്ങനെ: ഞാൻ അങ്ങയെ
അവിടെ കൊണ്ടുപോകാമെന്ന് ഉറപ്പു തരുന്നു. പക്ഷേ എന്തിനാണ് രാമനെ കാണുന്നതെന്ന് തുറന്നു പറയുക. ഇത്രയും വിപുലമായ സൈന്യസന്നാഹങ്ങളോടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് അങ്ങ് രാമനോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭരതൻ മറുപടി പറഞ്ഞു. എത്രയും പ്രിയപ്പെട്ട ഗുഹ, നിന്റെ വാക്കുകളിൽ എന്നിൽ വേദന നിറയ്ക്കുന്നു. അയോധ്യയിലേക്ക് മടങ്ങി കോസല ചക്രവർത്തിയായി വാഴുവാൻ രാമനെ പ്രേരിപ്പിക്കുന്നതിനായി മാത്രമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഭരതന്റെ ആത്മാർത്ഥത ഗുഹന് തികച്ചും ബോധ്യമായി. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയതിനാൽ സർവരും വിശ്രമത്തിനൊരുങ്ങി. കിടക്കയിൽ കിടന്നിരുന്ന ഭരതനെ സമീപിച്ച് ഗുഹൻ രാമനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. സീതാ ലക്ഷ്മണന്മാരോടൊപ്പം രാമൻ ഇവിടെ വന്നപ്പോൾ കരിയിലകൾ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കിടക്കയിലാണ് രാമനും സീതയും കിടന്നത്. അവർ നിദ്രാധീനരായപ്പോൾ ഞാനും ലക്ഷ്മണനും അവർക്ക് കാവലിരുന്നു. രാത്രി മുഴുവനും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. വെറും നിലത്ത് രാമൻ കിടക്കവേ യാതൊരു സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ ലക്ഷ്മണൻ തയ്യാറായിരുന്നില്ല. അടുത്ത പുലരിയിൽ പേരാൽ വൃക്ഷക്കറയാൽ മുടിയെ ജടയാക്കി മാറ്റിയ ശേഷം അവർ ഗംഗ കടന്ന് അക്കരയ്ക്ക് പോയി. രാമൻ ജടാധാരിയായി എന്ന വിവരമറിഞ്ഞപ്പോൾ ഭരതന്റെ ഹൃദയം നിരാശാഭരിതമായി. രാമന്റെ മടങ്ങിവരവിനുള്ള സാധ്യത മങ്ങിയതായി ഭരതന് തോന്നി. സമീപത്തിരുന്ന കൗസല്യ ഭരതനെ ആശ്വസിപ്പിച്ചു. വനത്തിനുള്ളിലേക്ക് യാത്രയാകുന്നതിന് മുമ്പും രാമൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ എല്ലാ വസ്തുതകളെക്കുറിച്ചും ഗുഹൻ അനുസ്മരണം നടത്തി. അനന്തരം അദ്ദേഹം ഭരതശത്രുഘ്നന്മാരെയും അമ്മമാരെയും സീതാരാമന്മാർ കിടന്നുറങ്ങിയ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ കിടന്നുറങ്ങിയപ്പോൾ അവരുടെ ഭാരത്താൽ ഞെരിഞ്ഞമർന്ന കുശപ്പുല്ലുമെത്ത കാട്ടിക്കൊടുത്തു. അത് കണ്ട ഓരോരുത്തരും രാമൻ അനുഭവിച്ചിരുന്ന രാജകീയ സുഖങ്ങളോർത്ത് ദുഃഖിച്ചവശരായി. ഏറെ ഖിന്നനായത് ഭരതനായിരുന്നു. കാരണം സീതാരാമ ലക്ഷ്മണന്മാരുടെ ദുരിതഹേതു താനാണെന്ന വിശ്വാസം വേരുറച്ചിരുന്നു ഭരതന്റെ ഉള്ളിൽ. സ്വയം പഴിച്ചുകൊണ്ട് ഭരതൻ ഒരു തീരുമാനത്തിലെത്തി. സ്വന്തം മുടിയും ജടയാക്കി മാറ്റി. വെറും നിലത്ത് കിടന്നുറങ്ങുക എന്ന ശീലം സ്വീകരിക്കുക എന്ന്. രാമന് പകരം വനവാസം അനുഷ്ഠിക്കുവാൻ ഉദ്ദേശമുള്ള നിലയ്ക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഭരതൻ കരുതി. പിറ്റേനാൾ പ്രഭാതത്തിൽ ജടാധാരിയായി മരവുരിയണിഞ്ഞ് ഭരതൻ ഗുഹനോട് തന്നെ ഗംഗയുടെ അക്കരയെത്തിക്കുവാൻ അപേക്ഷിച്ചു. ജനങ്ങളും കുതിരകളും വിസ്താരമുള്ള വഞ്ചികളിൽ നദി കടന്നു. ആനകളാകട്ടെ സ്വയം നീന്തി മറുകര പറ്റി. തോണി വിട്ടിറങ്ങിയ ഗുഹൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കുള്ള മാർഗം ഭരതന് കാട്ടിക്കൊടുത്തു. ആ വഴിയെ സഞ്ചരിച്ച് ഭരദ്വാജ ആശ്രമത്തിന് 3 യോജന ഇപ്പുറമെത്തിയപ്പോൾ ഭരതൻ സൈന്യത്തെ അവിടെ താവളമുറപ്പിച്ചു നിർത്തി. അനന്തരം വസിഷ്ഠനോടും ശത്രുഘ്നനോടും കൂടി കാൽനടയായി ആശ്രമത്തിലേക്ക് യാത്രയായി. വസിഷ്ഠ മുനിയെ കണ്ട മാത്രയിൽ ഭരദ്വാജ മഹർഷി വേഗം എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങി. ആതിഥ്യ മര്യാദകൾ പാലിച്ച ശേഷം ഭരദ്വാജ മുനി അന്വേഷിച്ചു. അല്ലയോ രാജകുമാര, താങ്കൾ ഈ വനത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കുക. രാമനെ അപായപ്പെടുത്തുക അതാവില്ല എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഋഷിയുടെ വചനങ്ങൾ ഭരതനെ കഠിനമായി മുറിവേൽപ്പിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ ഭരതൻ പറഞ്ഞു, എന്റെ ഉദ്ദേശത്തെ ജനങ്ങൾ എന്തുമാത്രം തെറ്റിദ്ധരിക്കുന്നു. ഈ സത്യം എന്നെ അത്യധികം വേദനിപ്പിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുക. ഏതു വിധേനയും രാമനെ അനുനയിപ്പിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോയി ഭരണാധികാരിയാക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അല്ലയോ മുനിശ്രേഷ്ഠ, എന്റെ സഹോദരൻ എവിടെയുണ്ടെന്ന് ദയവായി പറഞ്ഞു തന്നാലും. ഭരദ്വാജ മുനി ഭരതനെ കാരുണ്യപൂർവ്വം ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ട രാജകുമാര, എന്റെ യോഗശക്തിയാൽ താങ്കളുടെ ഉദ്ദേശമെല്ലാം ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. രാമൻ വസിക്കുന്നത് ചിത്രകൂട പർവ്വതത്തിലെത്രേ. ഇന്നത്തെ രാവ് ഇവിടെ വിശ്രമിച്ച ശേഷം നാളെ നിങ്ങൾക്ക് അവിടേക്ക് യാത്രയാകാം. ഭരതൻ ക്ഷണം സ്വീകരിച്ചു. ഭരതനെ മാത്രമല്ല, സൈന്യത്തെ ഒട്ടാകെ ആനന്ദിപ്പിക്കണമെന്ന് ഭരദ്വാജ മഹർഷി ആഗ്രഹിച്ചതിനാൽ ഭരതൻ തന്റെ സർവ്വ പടയാളികളെയും അവിടെ വരുത്തി. സൈന്യം എത്തിക്കഴിഞ്ഞപ്പോൾ ഋഷി ആദ്യമായി വിശ്വകർമാവിനെയും ഒപ്പം ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ തുടങ്ങിയ ദേവന്മാരെയും ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി. തന്റെ അതിഥികൾക്ക് ഒരു ഗംഭീര സ്വീകരണം നൽകുന്നതിനാവശ്യമായവ സംഘടിപ്പിക്കുവാൻ ഋഷി അവരോട് അപേക്ഷിച്ചു. ദേവന്മാർ അപ്രത്യക്ഷരായതും സുഗന്ധവാഹിയായ മന്ദപവനൻ വീശിത്തുടങ്ങി. വിശ്വകർമാവിന്റെ കരവിരുതിനാൽ 60 യോജനയോളം വിസ്തീർണത്തിൽ പരവതാനി പ്രത്യക്ഷപ്പെടുത്തി. ഇടയ്ക്കിടെ പുഷ്പഫലാദികൾ നിറഞ്ഞ തരുക്കളാൽ അലങ്കൃതമായ പൂങ്കാവനങ്ങളും ദൃഷ്ടീഭവിച്ചു. അത്ഭുതമാവണ്ണം മനോഹരമായ 4 കെട്ടുകളും മൃഗങ്ങൾക്ക് ആവശ്യമായ ലായങ്ങളും പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല, സർവ്വ സുഖഭോഗങ്ങളും നിറഞ്ഞ ഒരു കൊട്ടാര മാളികയും ഉയർന്നു വന്നു. ആ വിശിഷ്ട രമ്യഹർമ്മത്തിന്റെ ഉള്ളിൽ ഭരതൻ
പുരോഹിതന്മാരോടും മന്ത്രിമാരോടും കൂടി പ്രവേശിച്ചു. രാജസിംഹാസനത്തെ സമീപിച്ച ഭരതൻ ജ്യേഷ്ഠ സഹോദരനെ ധ്യാനിക്കുകയും അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നതായി ധ്യാനിക്കുകയും ചെയ്തു. രാമനെ പ്രദക്ഷിണം വെച്ച് ശിരസ് നമിച്ചു നിന്ന ശേഷം ഒരു ചാമരം കയ്യിലേന്തി മന്ത്രിമുഖ്യനായി നീക്കിവെക്കപ്പെട്ട ആസനത്തിലിരുന്നു. തദനന്തരം മറ്റുള്ളവരും അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു. തത്സമയം സ്വന്തം യോഗശക്തിയാൽ ഭരദ്വാജൻ തന്റെ ആശ്രമത്തിനുള്ളിൽ കൂടി ഒഴുകുന്ന ഒരു പായസ നദി സൃഷ്ടിച്ചു. ബ്രഹ്മദേവനും കുബേരനും 20,000 വീതം വനിതകളെ അവിടേക്ക് അയച്ചിരുന്നു. പുരുഷനെ വെറും സ്പർശം കൊണ്ടുപോലും മത്തുപിടിപ്പിക്കുവാൻ തക്കവണ്ണം സുന്ദരികളായിരുന്നു അവർ. ഗന്ധർവ ശ്രേഷ്ഠന്മാരായ നാരദൻ, തുമ്പുരു, ഗോപൻ എന്നിവർ സ്തുതിഗീതങ്ങളും ആലപിച്ച് ഭരതനെ ആനന്ദതുന്തിലനാക്കി. സ്വർഗത്തിലെ വൃക്ഷങ്ങളെ വിളിച്ചുവരുത്തി പക്കമേളവാദ്യങ്ങൾ മുഴക്കുവാൻ ആവശ്യപ്പെട്ടു മുനിശ്രേഷ്ഠൻ. അങ്ങനെ കൂവളങ്ങൾ മൃദംഗം വായിക്കുന്നവരും അരയാലികൾ നർത്തകരും ആയി. ചില മരങ്ങൾ കൂനികളും കുള്ളന്മാരുമായപ്പോൾ മറ്റു ചിലവ സ്ത്രീരൂപധാരികളായി വന്നു. ഭരതൻ ഇവണ്ണം ഉല്ലസിക്കുന്ന വേളയിൽ ഭരതന്റെ പടയാളികളും ഇതേ സന്തുഷ്ടി അനുഭവിക്കുന്നുണ്ടായിരുന്നു. സ്വർഗീയ സുന്ദരികൾ ഗാനാലാപത്താൽ അവരെ രമിപ്പിച്ചു. മുന്തിരിച്ചാറും പായസവും പാനം ചെയ്യിച്ചു. ഓരോ ഭടനെയും ദേഹമാസകലം എണ്ണയൊഴിഞ്ഞ് തെളിനീരിൽ കുളിപ്പിക്കുവാൻ 7-8 തരണീമണികൾ വീതമുണ്ടായിരുന്നു. വേറെ ചില പെൺകിടാങ്ങൾ സൈനികരുടെ പാദങ്ങൾ ഒഴിഞ്ഞുകൊടുക്കുകയും രഹസ്യ സങ്കേതങ്ങളിലേക്ക് ആനയിച്ച് മദ്യം പാനം ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുതിരകൾക്ക് പോലും തീറ്റയായി നൽകിയത് തേനിൽ കുതിർത്ത ധാന്യങ്ങളായിരുന്നു. മദ്യലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട പടയാളികൾ ഉറക്കെ പ്രസ്താവിച്ചു, "ഇതാണ് സ്വർഗം. നാം ഇനി വനത്തിലേക്കും പോകണ്ട, അയോധ്യയിലേക്കും പോകണ്ട." ഇപ്രകാരം സ്വർഗീയ സുന്ദരികളെയും അവർ നൽകിയ സുഖഭോഗങ്ങളെയും ഇനി അങ്ങോട്ട് ഉൾക്കൊള്ളാനാവാത്ത വിധം അനുഭവിച്ചു അവർ. ആയിരക്കണക്കിന് സൈനികർ മദ്യോന്മത്തരായി പാട്ടും പാടി നൃത്തവും ചവിട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടമാകെ ഓടി നടക്കുന്നത് കാണാമായിരുന്നു. ഒരു സുന്ദര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് സൽക്കാരം അനുഭവിച്ച ഓരോ പടയാളിയുടെയും മനസ്സിലുണ്ടായത്. നിശാവേള ദ്രുതഗതിയിൽ കടന്നുപോയി. പ്രഭാതം വന്നപ്പോൾ മഹർഷിയുടെ അനുവാദം വാങ്ങി ഗന്ധർവന്മാരും അപ്സരസ്സുകളും സ്വർഗീയ തരുക്കളും തന്താങ്ങളുടെ വാസസ്ഥാനത്തേക്ക് പോയി മറഞ്ഞു. നേരം പുലർന്നതും ഭരതൻ തന്റെ മാതാക്കളോടൊപ്പം ഭരദ്വാജ മുനിയെ സമീപിച്ച് ചിത്രകൂടത്തിലേക്കുള്ള മാർഗം ആരാഞ്ഞു. സൽക്കാരം ആസ്വാദ്യകരമായിരുന്നുവോ എന്ന് ഭരതനോട് അന്വേഷിക്കുന്ന വേളയിൽ മുനി ഭരതന്റെ ഒപ്പം വന്ന 3 വനിതമാരെ ശ്രദ്ധിച്ചു. ഒരുവൾ കഠിന താപത്താൽ ശോഷിച്ചവളായിരുന്നു. മറ്റൊരാൾ ഋഷിയുടെ പാദവന്ദനം ചെയ്യുകയായിരുന്നു. മൂന്നാമതൊരാൾ അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി അല്പം മാറി നിന്നിരുന്നു. അവരെക്കുറിച്ചറിയാൻ മഹർഷി ജിജ്ഞാസ കാട്ടിയപ്പോൾ ഭരതൻ അമ്മമാരെ ഇപ്രകാരം പരിചയപ്പെടുത്തി. ദശരഥ വിധവകളിൽ ആദ്യ സ്ഥാനത്തുള്ള കൗസല്യയാണിവർ. ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ അമ്മയാണ് സുമിത്ര ആണ് അടുത്തു നിൽക്കുന്നത്. അല്പം അകലെയായി നിൽക്കുന്ന സ്ത്രീയാണ് അധമയും അഹങ്കാരിയും പാപിനിയുമായ കൈകേയി. രാമനെ നാടുകടത്തുവാൻ കാരണക്കാരിയായ ഇവർ മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് സർവാത്മന ഉത്തരവാദി. ഇത് കേട്ട ഭരദ്വാജ മുനി ഭരതനെ ഗുണദോഷിച്ചു. ഭരത, നിന്റെ അമ്മയെ നീ പഴിക്കണ്ട. കാരണം രാമന്റെ നാടുകടത്തലിനും വനവാസത്തിനും പിന്നിൽ വളരെ ഉന്നതമായ മഹനീയമായ ഒരു ലക്ഷ്യമുണ്ട്. നിന്റെ അമ്മയുടെ പ്രവർത്തികൾ ആ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. ഉദാത്തമായ ആ ലക്ഷ്യം സർവ്വലോകർക്കും നന്മയും സന്തോഷവും പ്രദാനം ചെയ്യുവാനുള്ളതത്രേ. അനന്തരം മുനിയെ വലം വെച്ച ഭരതൻ യാത്ര തുടങ്ങുവാൻ തന്റെ സൈന്യത്തിനോട് ആഹ്വാനം ചെയ്തു. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, രഥവ്യൂഹം എന്നിവ യാത്ര തുടങ്ങിയപ്പോൾ സർവജാതി വന്യജീവികളും ഭയചകിതരായി ഓടിയൊളിച്ചു. ഒടുവിൽ ചിത്രകൂട പർവ്വതം ദൃഷ്ടിഗോചരമായപ്പോൾ ഭരതൻ രാമന്റെ വാസസ്ഥാനം തിരയുവാൻ സൈനികർക്ക് നിർദ്ദേശം നൽകി. ഒരു പുകച്ചുരുൾ ആകാശത്തിലേക്ക് ഉയരുന്നത് നേത്രീഭവിച്ച ഒരു പടയാളി അത്യുത്സാഹത്തോടെ ഓടിവന്ന് ഭരതനെ ആ സന്തോഷവാർത്ത അറിയിച്ചു. ഉടൻ തന്നെ അവിടെ താവളമുറപ്പിക്കാൻ സൈന്യത്തിന് ആജ്ഞ നൽകിയ ശേഷം ഭരതൻ വസിഷ്ഠ ശത്രുഘ്നന്മാരെയും മറ്റു ചിലരെയും കൂട്ടി പുക കാണാനിടയായ ദിശയിലേക്ക് നടന്നു. അന്നേരത്ത് രാമൻ താഴ്വാരത്തിലുള്ള ഒരു വലിയ പാറയുടെ മേൽ സീതയോടൊപ്പം ഇരിക്കുകയായിരുന്നു. ചിത്രകൂടത്തിൽ വാസമുറപ്പിച്ച് 3 മാസങ്ങൾ പിന്നിട്ട സീതാരാമന്മാർ ആഹ്ലാദചിത്തരായി വനഭംഗികൾ ആസ്വദിക്കവേ സീതയ്ക്ക് രാമൻ ഋഷിമാർ ഭക്ഷിക്കുന്ന വിവിധയിനം കിഴങ്ങുകളെക്കുറിച്ച് അറിവ് പകർന്നു നൽകി. മാത്രമല്ല ആ പ്രദേശത്തുണ്ടായിരുന്ന സർവ്വജാതി വൃക്ഷലതാദികളെക്കുറിച്ചും കാട്ടുമൃഗങ്ങളെക്കുറിച്ചും സാമാന്യ പരിജ്ഞാനം സീതയ്ക്ക് നൽകുവാൻ രാമൻ ശ്രദ്ധിച്ചു. നാടുകടത്തപ്പെട്ട ദുഃഖം സീതയെ അലട്ടാതിരിക്കുവാനും രാമൻ പ്രയത്നിച്ചിരുന്നു. അരയന്നങ്ങളുടെയും കൊക്കുകളുടെയും
പറവകളുടെയും കേളീരംഗമായ മനോഹര പുഷ്പങ്ങളാൽ അലങ്കൃതമായ മന്ദാകിനി നദിയെ രാമൻ സീതയ്ക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. അല്ലയോ പ്രിയതമേ, ഇത്രയും നയനാഭിരാമമായ ഒരു പ്രദേശത്തിൽ ഒന്നിച്ചു ജീവിക്കുന്ന നമ്മൾ ഒന്നിനെക്കുറിച്ചും മനസ്താപപ്പെടേണ്ട കാര്യമില്ല. രാമൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയതും ദൂരെ ഉയർന്ന പൊടിപടലങ്ങൾ അദ്ദേഹത്തിന്റെ സൂക്ഷ്മദൃഷ്ടിക്ക് പാത്രീഭൂതമായി. തുടർന്ന് ഭീതിയിൽ പലായനം ചെയ്യുന്ന വന്യമൃഗങ്ങളുടെ ഒച്ചയും രാമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനടി അദ്ദേഹം ലക്ഷ്മണനൊരു നിർദ്ദേശം നൽകി. വന്യജീവികളെ ഇത്തരത്തിൽ സംഭീതരാക്കുന്ന ആ പൊടിപടലത്തിന്റെ മൂലകാരണം എന്താണെന്ന് വേഗേന കണ്ടെത്തുക. ഉയരമുള്ള ഒരു വൃക്ഷത്തിൽ കയറി നിന്നു നോക്കിയപ്പോൾ ഭരതന്റെ വിപുല സൈന്യം ലക്ഷ്മണന് ദൃഷ്ടീഭവിച്ചു. പരിഭ്രാന്തനായ ലക്ഷ്മണൻ ഉറക്കെ പറഞ്ഞു, രാമ, ജഡിതിയിൽ തീയണച്ച ശേഷം സീതാമാതാവിനെ ഗുഹയിൽ ഒളിപ്പിക്കുക. എന്നിട്ട് എത്രയും വേഗം ആയുധങ്ങളും എടുത്തു വരിക. ഒരു വലിയ സൈന്യം നമുക്കടുത്തേക്ക് വരുന്നുണ്ട്. രാമൻ പ്രതികരിച്ചു, രഥധ്വജങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് അതാരുടെ സൈന്യമാണെന്ന് കണ്ടുപിടിക്കുക. പതാകയിലെ അടയാളം വെളുത്ത കോവിതാര വൃക്ഷമാണെന്ന് കണ്ടതും ലക്ഷ്മണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അത് ഭരതന്റെ സൈന്യമത്രേ. മത്സരിക്കുവാൻ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ചക്രവർത്തി പദം ആസ്വദിക്കാനായിരിക്കും ഭരതൻ സൈന്യവുമായി ഇവിടേക്ക് വരുന്നത്. തീർച്ചയായും നമ്മെ വധിക്കുക എന്നത് തന്നെയാവും ഭരതന്റെ ഉദ്ദേശ്യം. ഭടന്മാരെല്ലാം അത്യുത്സാഹത്തോടെയാണ് കവാത്ത് നടത്തുന്നത്. നമ്മുടെ കയ്യിലുള്ള വില്ലുകളെയും ശരങ്ങളും എടുത്ത് കുന്നിന്റെ നെറുകയിൽ കയറി നിന്ന് അവരെ എതിരിടുന്നതായിരിക്കും ബുദ്ധി. ജ്യേഷ്ഠ, ഭരതൻ ഇവിടേക്ക് വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ അവനെ എനിക്ക് നേരിട്ട് തന്നെ വകവരുത്താമല്ലോ. ഭരതനെ വധിക്കുവാൻ നാം ഒട്ടും തന്നെ സങ്കോചപ്പെടേണ്ടതില്ല. ഭരതവധം കഴിഞ്ഞാൽ ഞാൻ അത്യാഹ്ലാദത്തോടെ കൊല്ലുക പാപിയായ കൈകേയിയെയും അവളുടെ ബന്ധുക്കളെയുമായിരിക്കും. ഈ ഭൂമിക്കൊരു ശുദ്ധികലശമാവട്ടെ. ലക്ഷ്മണന്റെ വിക്ഷോഭം ശമിപ്പിക്കാനായി രാമൻ ചോദിച്ചു, എന്നെ കാണുവാൻ ഇത്രയും ഉത്സാഹത്തോടെ പാഞ്ഞുവരുന്ന ഭരതനെ എതിരേൽക്കുവാൻ എന്തിനാണ് അമ്പും വില്ലും? എനിക്ക് സാമ്രാജ്യം മടക്കിത്തരുവാനായിരിക്കും ഭരതൻ വരുന്നതെന്നാണ് എന്റെ അഭിപ്രായം. അതല്ല, ഭരതനെ വധിച്ച് സാമ്രാജ്യം കൈവശപ്പെടുത്തി സുഖഭോഗങ്ങൾ അനുഭവിക്കണതുമാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ നിന്നെ ഭരതനോട് ആജ്ഞാപിക്കാം, സാമ്രാജ്യം സമാധാനപരമായി നിനക്ക് കൈമാറുവാൻ. രാമന്റെ അനുശാസനം കേട്ട് ലജ്ജിച്ച് തല താഴ്ത്തി നിന്ന ലക്ഷ്മണൻ അറിയിച്ചു, നമ്മുടെ പിതാവ് നമ്മെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആന വന്നിട്ടുണ്ട്. എന്നാൽ രാജകീയ ചിഹ്നമായ വെൺകൊറ്റക്കൊട ആനയുടെ മേൽ കാണുന്നില്ല. ആയതിനാൽ അദ്ദേഹം വന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. സീതാ ലക്ഷ്മണന്മാരോടൊപ്പം രാമൻ പർണശാലയിലേക്ക് മടങ്ങി. അതേസമയം ഭരതൻ അവരെ തേടി അടുത്തു തന്നെയുള്ള വനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വൻ വൃക്ഷത്തിൽ കയറി നോക്കിയപ്പോൾ ഭരതന് ഒരു ധൂപസ്തംഭം ദൃഷ്ടിഗോചരമായി. ഗുഹൻ, ശത്രുഘ്നൻ, സുമന്ത്രൻ എന്നിവരോടൊപ്പം അദ്ദേഹം പുക കണ്ട ദിശയിലേക്ക് യാത്രയായി. വസിഷ്ഠനാവട്ടെ 3 അമ്മമാരെയും കൂട്ടിക്കൊണ്ടുവരുവാനായി മടങ്ങിപ്പോവുകയും ചെയ്തു. ഒടുക്കം വനത്തിലെ ഒരു വെളിംപ്രദേശത്തെത്തിച്ചേർന്നു അവർ. അവിടെ ഒരു പർണശാലയും അതിനു മുന്നിൽ രാമലക്ഷ്മണന്മാരുടെ സുവർണവില്ലുകളും ഒരു ബലിത്തറയും കണ്ടു. രാമനെ കണ്ട നിമിഷം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഉറക്കെ വിലപിച്ചുകൊണ്ട് ഭരതൻ ഓടിച്ചെന്നു. അങ്ങയെ ജടാധാരിയായി മരപുരിയുടുത്ത് കാണുന്നത് എത്ര ഹൃദയഭേദകമായിരിക്കുന്നു. രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ശീലിച്ച അങ്ങ് ഞാൻ കാരണം വനത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ദുഃഖാധിക്യത്താൽ പാതി വഴിയിൽ ഭരതൻ ബോധരഹിതനായി നിലം പതിച്ചു. ഓടിവന്ന രാമൻ ഭരതനെ താങ്ങിയെഴുന്നേൽപ്പിച്ചു. കനിഷ്ഠ സഹോദരന്റെ വേഷവും ജടയും മരപുരിയും ശോഷിച്ച ശരീരവും കണ്ട രാമനും ദുഃഖപരവശനായി. കാൽക്കൽ വീണ ശത്രുഘ്നനെ രാമൻ ഗാഢാലിംഗനം ചെയ്തു. അടുത്തതായി ഗുഹനെയും സുമന്ത്രനെയും ആശ്ലേഷിച്ചു. ഭരതനെ മടിയിലിരുത്തി രാമൻ ചോദിച്ചു, അല്ലയോ പ്രിയ സോദര, അച്ഛനെ സംരക്ഷിക്കേണ്ടുന്ന നീ ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നമ്മുടെ അമ്മമാരെയും അയോധ്യവാസികളെയും കുറിച്ച് എന്നോട് വിശദമായി പറയുക. അവർ സൗഖ്യമായും സന്തോഷമായും കഴിയുന്നുവോ? നിന്റെ ചക്രവർത്തിപദം സുരക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ? അനന്തരം രാമൻ ഭരതന്റെ യോഗക്ഷേമങ്ങൾ ആരാഞ്ഞു. യഥാർത്ഥത്തിൽ രാമന്റെ ചോദ്യങ്ങൾ എല്ലാ ഭരണാധികാരികൾക്കും മാർഗനിർദ്ദേശം നൽകുവാൻ തികച്ചും പര്യാപ്തമായവയായിരുന്നു. പ്രിയ സോദര, ഒരു ധർമ്മരാജ്യം എന്നെന്നും ഐശ്വര്യപൂർണമായിട്ടിരിക്കുമെന്നതിൽ സംശയമേതുമില്ല. നിന്റെ രാജ്യത്തിൽ ബ്രാഹ്മണരും ദേവന്മാരും ഗുരുജനങ്ങളും യഥായോഗ്യം ബഹുമാനിക്കപ്പെടുന്നുണ്ടാവും അല്ലേ? നിരീശ്വരത്വം, ആത്മവഞ്ചന, കോപം
ചെയ്യേണ്ടതായ പ്രവൃത്തികൾ നീട്ടിവയ്ക്കൽ, അലസത, ഇന്ദ്രിയാടിമത്വം, സതുപദേശ വിദ്വേഷം, സജ്ജന സംസർഗമില്ലായ്മ, മൂഢസമ്പർക്കം, അപ്രായോഗിക തീരുമാനങ്ങൾ എടുക്കൽ, രഹസ്യം സൂക്ഷിക്കുവാനുള്ള കഴിവില്ലായ്മ, ദുരുപദേശത്തിന് വഴങ്ങിക്കൊടുക്കൽ, മതാചാരങ്ങളോടുള്ള അനാദരവ്, ശത്രു നീക്കങ്ങളോട് വേണ്ടവിധം പ്രതികരിക്കാതിരിക്കൽ ഇത്യാദി 14 രാജദോഷങ്ങൾ നിന്നെ ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ? ഭരത, നിനക്ക് ശാരീരിക ശക്തി, അധികാരശക്തി, ബുദ്ധിശക്തി എന്നീ 3 തരം ശക്തികളെക്കുറിച്ച് അറിവുണ്ടല്ലോ. ചതിയൻ, പ്രമത്തൻ, അക്രമാസക്തൻ, അസൂയാലു, പരദൂഷണപ്രിയൻ, ദുർഭാഷണൻ, അന്യന്റെ സ്വത്ത് തട്ടിപ്പറിക്കുന്നവൻ, അന്യായം പ്രവർത്തിക്കുന്നവൻ എന്നിങ്ങനെ 8 തരം കൂട്ടുകാരെ നീ ഒഴിവാക്കുന്നുണ്ടോ? ബാലനായ ചക്രവർത്തി, പ്രായാധിക്യത്താൽ ബോധം നഷ്ടപ്പെട്ടവൻ, രോഗിയും ദുർബലനും, അത്യാക്രമണ വാസനയുള്ളവൻ, ഭീരു, അത്യാഗ്രഹി, കാമാസക്തൻ, ലോലഹൃദയൻ, യുദ്ധത്തിൽ പരാജിതൻ, സിംഹാസനം നഷ്ടപ്പെട്ടവൻ, വൃഥാ ദേശാടനം നടത്തുന്നവൻ, അനേകം ശത്രുക്കളുള്ളവൻ, ദരിദ്രൻ, മതനിഷ്ഠയില്ലാത്തവൻ, മന്ത്രിമാരാൽ വെറുക്കപ്പെട്ടവൻ, മനോബലം നഷ്ടപ്പെട്ടവൻ ഇത്യാദി 20 വർഗങ്ങളിൽ ഉൾപ്പെട്ട രാജാക്കന്മാരുമായുള്ള സമ്പർക്കം നീ വർജിക്കുന്നുണ്ടല്ലോ. 1000 വിഡ്ഢികളുടെ സമ്പർക്കത്തെക്കാൾ നീ വിലമതിക്കുന്നത് ഒരേയൊരു ജ്ഞാനിയുടെ സമ്പർക്കത്തെയാണെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ സമർത്ഥനായ ഒരു മന്ത്രിക്ക് സമയോചിതവും മഹത്വമായ ഒരു ലാഭം നിനക്ക് പ്രദാനം ചെയ്യാനാകും. അതേസമയം 1000 വിഡ്ഢികളാൽ യാതൊരു പ്രയോജനവും നിനക്കുണ്ടാവുകയില്ല. ഭരത, രോഗങ്ങൾ മൂർച്ഛിപ്പിക്കുന്നതിൽ മാത്രം കേമൻ, യജമാനന് അപകീർത്തി സമ്പാദിച്ചു കൊടുക്കുന്ന ഭൃത്യൻ, രാജാവാകുവാൻ കൊതിക്കുന്ന പടയാളി എന്നീ 3 വർഗക്കാരെ തിരസ്കരിച്ചില്ലെങ്കിൽ നിശ്ചയമായും നീ ഇവരാൽ ഹനിക്കപ്പെടും. സ്ത്രീജനങ്ങളെ നീ വേണ്ട പോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി കൊടുക്കുന്നില്ലേ? എന്നാൽ അവരെ അളവറ്റ് വിശ്വസിച്ച് നിന്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ? ഭരതന്റെ ജടയും മരപുരിയും ശ്രദ്ധിച്ച രാമന് തന്നോടുള്ള അമിത സ്നേഹത്താൽ ഭരതൻ സ്വീകരിച്ച ഉഗ്രനിഷ്ഠകളാണ് അവയെന്ന് ഗ്രഹിക്കുവാൻ ശ്രമപ്പെടേണ്ടി വന്നില്ല. വീണ്ടും സഹോദരനെ മുറുകെ പുണർന്ന് രാമൻ ആരാഞ്ഞു. എനിക്കെത്രയും പ്രിയപ്പെട്ട അനുജ, രാജസിംഹാസനം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാന്തേഹിയുടെ രൂപത്തിൽ എന്തിനാണ് നീ ഇവിടെ വന്നത്? ഭരതൻ മറുപടി നൽകി. എന്റെ അമ്മയുടെ നിഷ്ഠൂര പ്രവൃത്തികൾക്ക് ഞാൻ തെല്ലും ഉത്തരവാദിയല്ല. ദയവ് ചെയ്തെന്നെ വിശ്വസിക്കുക. അങ്ങാണ് സിംഹാസനത്തിന്റെ യഥാർത്ഥ അനന്തരാവകാശി. അതിനാൽ ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുകയാണ് മടങ്ങി വന്ന് രാജഭാരം കയ്യേൽക്കുവാൻ. അയോധ്യ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു നിൽക്കുന്നു. ഓരോ പ്രജയും അങ്ങയുടെ അസാന്നിധ്യത്തിൽ ദുർമുഖനായി നിഷ്ക്രിയനായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയാണ്. വികാരസാന്ദ്രമായ ഈ അഭ്യർത്ഥനയുമായി രാമന്റെ കാൽക്കൽ വീണ് ഭരതൻ ആ പാദകമലങ്ങൾ സ്വന്തം ശിരസിലേറ്റി. രാമൻ സ്നേഹവായ്പോടെ ഭരതനെ എടുത്തുയർത്തി മുറുകെ പുണർന്ന് ഇപ്രകാരം പറഞ്ഞു. എന്നെ വനവാസത്തിനയച്ച കർമ്മത്തിൽ നിനക്ക് യാതൊരു പങ്കുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പാപത്തിന്റെ വഴിയിലൂടെ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ ഞാൻ ഒരുക്കമല്ല ഭരത. നീ നിന്റെ അമ്മയെയും രാജാവിനെയും പഴിക്കരുത്. അവർ ഇരുവരും അവരവരുടെ അധികാര പരിധിയിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സ്വന്തം ആശ്രിതരുടെ കാര്യത്തിൽ ഏത് തീരുമാനവും എടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഗുരുജനങ്ങൾക്കുണ്ട്. ആയതിനാൽ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി സിംഹാസനാരോഹണം ചെയ്ത് രാജ്യം ഭരിക്കുക എന്ന് മാത്രമേ നിനക്ക് കരണീയമായിട്ടുള്ളൂ. അതാണ് അച്ഛന്റെ അഭീഷ്ടവും. എന്നെ സംബന്ധിച്ചിടത്തോളം 14 വർഷത്തെ വനവാസം എന്ന തീരുമാനത്തിന് യാതൊരു ഇളക്കവുമില്ല. അച്ഛന്റെ ആജ്ഞ അതിശ്രേഷ്ഠമായ മതതത്വമെന്നതുപോലെ പരമപവിത്രമത്രേ. അത് പാലിക്കുക എന്നത് എന്റെ വ്രതമാകുന്നു. ഭരതൻ തന്റെ എതിർ പറയിച്ചുകൊണ്ട് ഇപ്രകാരം മൊഴിഞ്ഞു. ജ്യേഷ്ഠ സഹോദരൻ ജീവിച്ചിരിക്കവേ രാജാവാകുവാൻ എനിക്കെന്നല്ല ആർക്കും അവകാശമില്ല. അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വരിക തന്നെ വേണം. അച്ഛന്റെ ആത്മാവിന് ഉദകക്രിയ ചെയ്തയുടൻ സിംഹാസനാരോഹണം നടത്തണം. സ്വന്തം പിതാവിന്റെ മരണവൃത്താന്തം പൊടുന്നനെ ശ്രവിച്ച നിമിഷം രാമൻ അസ്തപ്രജ്ഞനായി നിലത്തു വീണു. സീതയും ഭരത ലക്ഷ്മണന്മാരും തളിച്ച ജലത്താൽ അല്പനേരത്തിനുള്ളിൽ രാമൻ പ്രജ്ഞ വീണ്ടെടുത്തു. മിഴിനീരൊഴുക്കി പിതാവിന്റെ ദേഹവിയോഗത്തെക്കുറിച്ച് വിലപിച്ച രാമൻ അല്പനേരം കഴിഞ്ഞപ്പോൾ തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു. ഞാൻ ഒരിക്കലും ഇനി അയോധ്യയിലേക്കില്ല. പുണ്യനദിയായ മന്ദാകിനി കരയിലേക്ക് സഹോദരന്മാരോട്
സുമന്ത്രനോടും കൂടി നടന്നു ചെന്ന രാമൻ തന്റെ പിതാവിനായിക്കൊണ്ട് ജലതർപ്പണം അനുഷ്ഠിച്ചു. പർണശാലയിലേക്ക് മടങ്ങിയെത്തിയതും രാമൻ അനുജന്മാരുടെ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് അവരോടൊപ്പം ദീനരോദനം മുഴക്കി. ഈ വിലാപസ്വരം താഴ്വാരങ്ങളിലെങ്ങും പ്രതിധ്വനിച്ചു. അത് കേൾക്കുവാനിട വന്ന സർവ്വമനുഷ്യരുടെയും മിഴികൾ നനവാർന്നു. കാരണം ആ ദീനരോദനം 4 സഹോദരന്മാരുടെയും ദുഃഖസാന്ദ്രമായ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് അവർക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞു. വിലാപസ്വരം കേട്ട ദിശയിലേക്ക് വേഗം നടന്ന് അവർ രാമന്റെ മുന്നിലെത്തി. നിറകണ്ണുകളോടെ അദ്ദേഹത്തെ വണങ്ങി നിന്നു. തത്സമയം ദശരഥ വിധവകളുമായി വസിഷ്ഠൻ ദ്രുതഗതിയിൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഗംഗാതീരത്തെത്തിയപ്പോൾ രാമൻ പിതാവിന് ബലിതർപ്പണം നടത്തിയ പൂജാദ്രവ്യങ്ങളുടെ അവശിഷ്ടം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. കൗസല്യയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. കാരണം അച്ഛന്റെ ആത്മാവിന് സമർപ്പിക്കുവാൻ രാമന്റെ പക്കലുണ്ടായിരുന്ന ഏക ആഹാര പദാർത്ഥം ഉങ്ങുവൃക്ഷക്കനിയുടെ സത്തായിരുന്നു. ഇത് കണ്ട കൗസല്യ അല്പം നർമ്മബോധത്തോടെ ചിന്തിച്ചു. ഇപ്പോഴാണ് ഞാൻ ഒരു പഴഞ്ചൊല്ലിന്റെ ശരിയായ അർത്ഥം സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യൻ ജീവൻ നിലനിർത്തുന്നതിനെന്ത് ഭക്ഷിച്ചാണോ അത് തന്നെയാണ് അവൻ ആരാധിക്കുന്ന ദേവകളും ഭക്ഷിക്കേണ്ടത്. 3 വിധവകളും രാമസവിധം അണഞ്ഞു. സ്വർഗത്തിൽ നിന്നും നിലംപതിച്ച ഒരു ദേവനെപ്പോൽ കാണപ്പെട്ട രാമൻ 3 അമ്മമാരെയും സംതപ്തരാക്കി. രാമൻ ചാടി എഴുന്നേറ്റ് അമ്മമാരുടെ കാൽ തൊട്ടു വണങ്ങി. രാമന്റെ മുതുകിൽ പറ്റിക്കൂടിയ പൊടി തുടച്ചു മാറ്റുന്നതിലായിരുന്നു അമ്മമാരുടെ ശ്രദ്ധ. സീതാ ലക്ഷ്മണന്മാരും അവരുടെ കാൽ തൊട്ടു വണങ്ങി. സ്വാഗത വചനങ്ങൾ കൈമാറിയ ശേഷം രാമൻ തന്റെ വന്ധ്യഗുരുവായ വസിഷ്ഠന്റെ അരികിലിരുന്നു. മറ്റുള്ളവർ അവരെ വലയം ചെയ്തുമിരുന്നു. അപ്പോൾ ഭരതൻ ഏവരും കേൾക്കെ രാമനെ അറിയിച്ചു. എന്റെ അമ്മ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. ആയതിനാൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ താങ്കൾക്ക് അങ്ങയുടെ സാമ്രാജ്യം മടക്കിത്തരുന്നു. കേട്ടവരെല്ലാം ഭരതനെ ശ്ലാഘിക്കുകയും അനുകൂലിക്കുകയും ചെയ്തു. പക്ഷേ രാമന്റെ മറുപടി ഇതായിരുന്നു: പ്രിയ ഭരത, ലോകത്ത് ആർക്കും സ്വേച്ഛാപ്രകാരം സ്വന്തമായി ഒന്നും ചെയ്യുവാനാവില്ല. അമരനായ കാലദേവന്റെ നിയന്ത്രണത്തിൽ സർവപ്രവൃത്തിയും പരാജയത്തിലെത്തിച്ചേരുന്നു. ആയതിനാൽ ബുദ്ധിയുള്ള ഒരുവനും ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിലപിക്കുവാൻ പാടില്ല. കാരണം ഒത്തുചേരൽ എന്നും വേർപിരിയലിൽ അവസാനിക്കുന്നു. സമുദ്ര ജലോപരിതലത്തിൽ കൂട്ടം കൂട്ടമായി ഒഴുകുന്ന പൊങ്ങുതടികൾ അധികം താമസിയാതെ ചിതറിപ്പിരിയുന്നു. അതുപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കുറച്ചുനാൾ ഒന്നിച്ച് ജീവിക്കുന്നു. പിന്നീട് അവരവരുടെ ലക്ഷ്യത്തിലേക്ക് പോയി ചേരുവാനായി വേർപിരിയുന്നു. ബലമേറിയ സ്തംഭങ്ങൾ പോലും കാലക്രമേണ ദ്രവിച്ച് ഒരു വീട് തന്നെ തകർന്നടിയുവാൻ ഇടയാകുന്നു. അതേപോലെ മനുഷ്യർ സ്വന്തം വാർദ്ധക്യത്തിലേക്ക് വേച്ച് നടന്ന് യാത്രാന്ത്യത്തിൽ മരണത്തെ പുൽകുന്നു. ഒരു നദിക്ക് സ്വന്തം ഉറവിടത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്നത് എത്ര കണ്ട് അസാധ്യമാണോ അത്ര തന്നെ അസ്വതന്ത്രരാണ് മനുഷ്യരും. പിതാമഹന്മാർ കാട്ടിത്തന്ന വഴിയെ മുന്നോട്ടു ഗമിക്കുക എന്നതു മാത്രമാണ് അവർക്ക് കരണീയമായിട്ടുള്ളൂ. സ്വയം മരണത്തിലേക്ക് അടിവെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ചോർത്ത് വ്യസനിക്കുന്നത്? അവനെ ബാധിക്കുന്ന ജരാനരയെ അവൻ എന്ത് ചെയ്യാനാകും? സൂര്യോദയം അവനെ ഹർഷപുളകിതനാക്കുന്നു, സൂര്യാസ്തമനവും അവനിൽ ആനന്ദം നിറയ്ക്കുന്നു. പക്ഷേ അവൻ അറിയുന്നില്ല, ഇവകൾക്കിടയിൽ അവൻ മരണത്തിലേക്ക് കൂടുതൽ അടുത്തു എന്ന പ്രാപഞ്ച സത്യം. ആയതിനാൽ സ്ഥിരചിത്തനും ജ്ഞാനിയുമായ ഒരാൾ തന്റെ ഊർജമാകെ ധാർമ്മിക തത്വാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം മരണാനന്തരം ലോകത്തിൽ എത്രയോ മഹത്തായ സ്ഥാനം നേടുവാൻ അവൻ പ്രാപ്തനാകും. ഭരത, മരണപ്പെട്ട നമ്മുടെ പിതാവിനെ ഓർത്ത് നാം ഇനി വിലപിക്കേണ്ട. കാരണം സ്വർഗീയ ശാന്തിക്കായി തന്റെ വാർദ്ധക്യഗ്രസിതമായ ഭൗതിക ശരീരം ഉപേക്ഷിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. നീ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി അച്ഛന്റെ ആജ്ഞയനുസരിച്ച് രാജപരിപാലനം ചെയ്യുക. അതുപോലെ വനവാസമനുഷ്ഠിച്ച് ഞാനും അച്ഛന്റെ അഭീഷ്ടം നിറവേറ്റാം. എന്നിട്ടും ഭരതൻ വാദിച്ചു. ജ്യേഷ്ഠ, നമ്മുടെ ശ്രേഷ്ഠ പിതാവ് വാർദ്ധക്യത്തിൽ വല്ലാതെ സ്ത്രീജിതനായി അധപ്പതിച്ചിരുന്നു. വാർദ്ധക്യകാലത്ത് മനുഷ്യർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭ്രാന്തിന് അടിമയാകും എന്ന ധാരണ സത്യമെന്ന് ഉദ്ഘോഷിക്കും വണ്ണമായിരുന്നു അച്ഛന്റെ പ്രവൃത്തികൾ. അച്ഛന്റെ ദുർബലത കാരണം സംഭവിച്ച ദോഷങ്ങൾ താങ്കൾ അയോധ്യയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ക്ഷത്രിയ വംശത്തിൽ പിറന്ന താങ്കൾ ക്ഷത്രിയ ധർമ്മമാണ് പാലിക്കേണ്ടത്. ഒരു ഋഷിയെ പോലെ ജീവിക്കുകയല്ല ചെയ്യേണ്ടത്.
4 ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച താങ്കൾ എന്തിനാണ് വൈവാഹിക ജീവിതധർമ്മങ്ങൾ പാടെ വെടിഞ്ഞ് സന്യാസാശ്രമം സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങ് വരുന്നില്ലെങ്കിൽ ഞാനും ഇനി അയോധ്യയിലേക്കില്ല. അങ്ങയെയും ലക്ഷ്മണനെയും പോലെ ഞാനും വനവാസം അനുഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയാണ്. രാമൻ പ്രതികരിച്ചു, ഭരത, കൈകേയിയോടുള്ള കാമാവേശത്താൽ നിർബന്ധിതനായാണ് നമ്മുടെ അച്ഛൻ എന്നെ നാടുകടത്തിയതെന്ന നിന്റെ ധാരണ തീർത്തും അബദ്ധമെത്രേ. വിവാഹവേളയിൽ കൈകേയി മാതാവിന്റെ പിതാവ് നമ്മുടെ താതനിൽ നിന്നൊരു സത്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കൈകേയിയിൽ ജനിക്കുന്ന പുത്രൻ അയോധ്യാപതിയാകുമെന്ന്. അതിനാൽ അച്ഛന്റെ വാക്ക് പാലിക്കുവാനായി നീ അയോധ്യയിലേക്ക് മടങ്ങിപ്പോവുക തന്നെ വേണം. എനിക്ക് വേണ്ടിയെങ്കിലും നീ അയോധ്യ കാത്തുസൂക്ഷിക്കുക. വസിഷ്ഠനോടൊപ്പം വന്ന ജാബാലി എന്ന ഒരു ശ്രേഷ്ഠ മുനിയായിരുന്നു അടുത്തതായി ഭാഷിച്ചത്. രാമന്റെ ഉള്ളിൽ രാജകീയ സുഖഭോഗങ്ങളുടെയും ഇന്ദ്രിയ സുഖങ്ങളുടെയും ആസക്തി ജനിപ്പിച്ച് എത്രയും വേഗത്തിൽ രാമനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോകുവാനായി ജാബാലി ഒരു നിരീശ്വരവാദം അവതരിപ്പിച്ചു. അല്ലയോ രാജകുമാര, ഒരു മനുഷ്യൻ എന്നത് പുരുഷ സ്ത്രീ ബീജങ്ങളുടെ സങ്കലനം മാത്രമാണ്. ജീവന്റെ സ്രഷ്ടാവ് അച്ഛനാണെന്നും ശരീരത്തിന്റെ സ്രഷ്ടാവ് അമ്മയാണെന്നും പറയപ്പെടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ മൂലഹേതു അണുക്കളുടെ പാരസ്പര്യ പ്രവർത്തനം മാത്രമാണ്. മനുഷ്യൻ മരണമടയുമ്പോൾ അവൻ കേവലം മണ്ണ് മാത്രമായി പരിണമിക്കുന്നു. ഇപ്രകാരം നാം കാണുന്നതെന്തും കേവലം അണുക്കളുടെ സംയോഗം മാത്രമാണ്. അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി എന്നിങ്ങനെ നാം കരുതുന്ന ആരുമായും നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് പരമാർത്ഥം. രാമ, അങ്ങനെയിരിക്കെ അച്ഛനെന്ന് പറയപ്പെടുന്ന ഒരാൾക്കു വേണ്ടി അങ്ങ് എന്തിനു ദുരിതമനുഭവിക്കണം? ശ്രാദ്ധകർമ്മം എന്തിനാണ് പ്രയോജനം? അങ്ങ് സമർപ്പിക്കുന്ന ഭക്ഷണം ജീവൻ വെടിഞ്ഞ ഒരു ശരീരത്തിന് ഭക്ഷിക്കാനാകുമോ? നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കുന്നത് മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുള്ളൂ. ആയതിനാൽ അങ്ങയുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നവ അനുഭവിച്ച് ജീവിക്കുവാനായി ഭരതനിൽ നിന്ന് സാമ്രാജ്യം സ്വീകരിക്കുക. ഇതെല്ലാം ശ്രവിച്ച് ക്ഷുഭിതനായ രാമൻ കഠിന പദങ്ങളാൽ മറുപടി പറഞ്ഞു. താങ്കളുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ ഭക്തിയുടെ മുഖം മൂടിയണിഞ്ഞ ഭക്തിയില്ലായ്മയാണ്. അതിനാൽ തന്നെ അവ ഏറെ ആപൽക്കരവുമെത്രേ. ജ്ഞാനിയുടെ വേഷത്തിൽ അങ്ങേയറ്റം അവിവേകമാണ് ഉപദേശിക്കുന്നത്. മാത്രമല്ല, ഇന്ദ്രിയ സുഖങ്ങൾക്കായി മാത്രം ജീവിക്കുന്ന ഒരുവൻ അനിയന്ത്രിതമായ കാമത്തിനും അത്യാഗ്രഹത്തിനും അടിമയായിത്തീരും. നന്മയുടെ ഏറ്റവും ഉന്നത തത്വം സത്യമത്രേ. അതിനാൽ അച്ഛന്റെ സത്യത്തിന് ഭംഗം വരാതെ നോക്കുന്നതിൽ മാത്രമായിരിക്കും എന്റെ ശ്രദ്ധ. എന്റെ മനസ്സൊരിക്കലും ഇന്ദ്രിയ സുഖകാംക്ഷയ്ക്ക് പിന്നാലെ പായുകയില്ല. ഈ ഭൂമി ഒരു പ്രവൃത്തി മണ്ഡലമാകുന്നു. അമൂല്യവും സുലഭവും അസുലഭവുമായ പ്രവൃത്തികളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടുന്നത്. താങ്കളെ ഉപദേശകനായി സ്വീകരിച്ചത് എന്റെ അച്ഛന് സംഭവിച്ച ഒരു പിഴവായി ഞാൻ കാണുന്നു. കാരണം താങ്കളുടെ കാഴ്ചപ്പാടുകൾ നാസ്തികരായ ചർവാകന്മാരുടെയും ശൂന്യവാദികളുടെയുമാണ്. താങ്കളെ പോലുള്ള നിരീശ്വരവാദികളെ കാണുന്നത് പോലും നിഷിദ്ധമാണെന്നത്രേ വേദങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാപാലി വാദിച്ചു. രാമ, ഞാൻ വേദങ്ങൾ അനുസരിച്ച് വാഴുന്നവനും ദൈവവിശ്വാസിയുമാകുന്നു. നാസ്തികന്റെ കാഴ്ചപ്പാടുപയോഗിച്ച് അങ്ങയുടെ മനസ്സ് മാറ്റി അയോധ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് മോഹിച്ചു മാത്രമാണ് ഞാൻ ഇപ്രകാരം വാദിച്ചത്. ജാബാലിയുടെ വാക്കുകളാൽ അങ്ങേയറ്റം ക്ഷുഭിതനായി തീർന്ന രാമനെ ശാന്തചിത്തനാക്കുവാൻ വസിഷ്ഠമുനി ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, രാമ, ഇക്ഷ്വാകു വംശത്തിന്റെ ഓരോ രാജാവും തന്റെ സീമന്തപുത്രനെയാണ് രാജാവകാശിയായി വാഴിച്ചിട്ടുള്ളത്. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനുജൻ സിംഹാസനാസ്ഥാനാകുവാൻ പാടില്ല. അലംഘനീയമായ നിയമമാണത്. ആയതിനാൽ ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുകയാണ്, അയോധ്യയിലേക്ക് മടങ്ങി വന്നാലും. ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെ അപേക്ഷിച്ച് മഹത്തരമെത്രേ. ആ നിലയ്ക്ക് എന്റെ നിർദ്ദേശം ധിക്കരിക്കപ്പെടുകയാണെങ്കിൽ സംശയമെന്നെ അത് മതനിന്ദയായി ഭവിക്കും. എന്നിട്ടും രാമൻ തന്റെ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്തു. കാരണം രാമന്റെ കണ്ണിൽ മാതാപിതാക്കളോടുള്ള കടമയായിരുന്നു അലംഘനീയം. തന്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അതിവിഷാദത്തിനടിമയായി തീർന്ന ഭരതൻ സുമന്ത്രനോട് ആവശ്യപ്പെട്ടു, ജ്യേഷ്ഠന്റെ പർണശാലയ്ക്ക് മുമ്പിൽ ദർഭ വിരിക്കുക. രാമന് കനിവുണ്ടായി അയോധ്യയിലേക്ക് മടങ്ങുവാൻ സമ്മതമറിയിക്കുന്നതുവരെ കണ്ണുകൾ പൂട്ടി ഉപവാസമനുഷ്ഠിക്കുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. രാമന്റെ കൽപ്പനയില്ലാതെ ഭരതന്റെ ഇച്ഛയനുസരിക്കുവാൻ സുമന്ത്രൻ ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ഭരതന് സ്വയം കുശപ്പുല്ല് വിരിക്കേണ്ടതായി വന്നു. ഇത് കണ്ട രാമൻ ചോദിച്ചു, എന്റെ വത്സല സോദര, ഞാൻ നിനക്ക് യാതൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഇതിനു മറുപടിയായി അവിടെ സന്നിഹിതരായ എല്ലാ ജനങ്ങളോടുമായി ഭരതൻ അഭ്യർത്ഥിച്ചു.
നിങ്ങൾ ഏവരും പ്രതിമ കണക്കെ നിൽക്കുന്നത് എന്തിനാണ്? രാമന്റെ വനവാസ തീരുമാനം ഇളക്കുവാൻ നിങ്ങൾ ആരും എന്തുകൊണ്ട് തുനിയുന്നില്ല? ജനങ്ങൾ മറുപടി പറഞ്ഞു. അച്ഛന്റെ വാക്ക് പാലിക്കുവാൻ ഇത്രയും ശുഷ്കാന്തി കാട്ടുന്ന രാമനോട് വാദപ്രതിവാദം ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് അചിന്ത്യമെത്രേ. അന്നേരം രാമൻ ചോദിച്ചു, എന്റെ പ്രിയ സോദര, എന്നെ എതിർത്തു നിൽക്കുന്നതിന് പകരം ഈ മനോഭാവം സ്വീകരിച്ചുകൂടെയോ നിനക്കും? അവസാനം ഭരതന് മരണം വരെ ഉപവസിക്കുക എന്ന ലക്ഷ്യം ഉപേക്ഷിക്കുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഭരതൻ ഒരു ശ്രമം കൂടി നടത്തി നോക്കി. ജ്യേഷ്ഠ, 14 വർഷം താങ്കൾക്ക് പകരം വനവാസം അനുഷ്ഠിക്കാൻ എന്നെ അനുവദിച്ച് താങ്കൾക്ക് അയോധ്യയിലേക്ക് മടങ്ങിക്കൂടെയോ? രാമന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇത് ന്യായമായ ഒരു പ്രസ്താവനയല്ല ഭരത. കാരണം പ്രതിപുരുഷവാദം അംഗീകരിക്കപ്പെടണമെങ്കിൽ കൃത്യം ചെയ്യേണ്ട ആൾ അതിന് പ്രാപ്തനല്ല എന്ന് തെളിയിക്കപ്പെടണം. തത്സമയം ഒരു സംഘം ദിവ്യ മഹർഷിമാർ സ്വർഗലോകത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് തേജസ്വികളായ ഈ സഹോദരന്മാരുടെ അത്ഭുതകരമായ വാദപ്രതിവാദത്തെ പ്രകീർത്തിച്ചു. എന്നിട്ട് അശരീരികളായ അവർ രാവണ നിഗ്രഹം ത്വരിതപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. ഭരത, ജ്യേഷ്ഠ സഹോദരന്റെ ഉപദേശം നീ സ്വീകരിക്കേണ്ടതാണ്. ഇത് കേട്ട രാമൻ അത്യാഹ്ലാദവാനായപ്പോൾ രാമന്റെ കാൽക്കൽ വീണുകിടന്ന് ഭരതൻ വീണ്ടും വിതുമ്പി. സാമ്രാജ്യം ഭരിക്കുവാൻ ഞാൻ ശക്തനല്ല രാമ. അതുകൊണ്ട് അയോധ്യാഭരണം താങ്കൾ തന്നെ ഏറ്റെടുക്കുമാറാകണം. ഭരതനെ എഴുന്നേൽപ്പിച്ച് സ്വന്തം മടിത്തട്ടിലിരുത്തി രാമൻ പറഞ്ഞു. എന്റെ അസാന്നിധ്യത്തിൽ രാജ്യഭരണം നടത്തുവാൻ നീ സർവദാ യോഗ്യനാകുന്നു. എന്റെ മനസ്സിനി വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. ആയതിനാൽ വിസമ്മതമെല്ലാം വെടിഞ്ഞ് നിനക്ക് വന്നു ചേർന്ന ഉത്തരവാദം സസന്തോഷം ഏറ്റെടുക്കുക. ഒടുക്കം അനിവാര്യമായ വിധിക്ക് കീഴടങ്ങിയ ഭരതൻ സ്വർണഖചിതമായ ഒരു ജോഡി മെതിയടി രാമന്റെ കാൽക്കൽ സമർപ്പിച്ചു. സ്വന്തം പാദാംബുജങ്ങളാൽ അവ അണിയുവാൻ അപേക്ഷിച്ചു. രാമൻ അതനുസരിക്കുകയും ഉടൻ തന്നെ ആ പാദുകങ്ങൾ എടുത്ത് ഭരതനെ ഏൽപ്പിക്കുകയും ചെയ്തു. രാമനെ താണുവണങ്ങി ഭരതൻ പറഞ്ഞു, അയോധ്യ ഭരിക്കുവാനുള്ള അധികാരം ഈ പാദരക്ഷകളിൽ നിക്ഷിപ്തമാക്കിയിട്ട് ഞാൻ അയോധ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ എവിടെയും ആവാസമുറപ്പിക്കും. ജടയും മരവുരിയും ധരിച്ച് ഫലമൂലാദികൾ മാത്രം ആഹരിച്ച് അങ്ങയുടെ മടങ്ങിവരവും പ്രതീക്ഷിച്ച് 14 വർഷം തള്ളി നീക്കും. 14 വർഷം തികഞ്ഞിട്ടും അങ്ങ് മടങ്ങി വരികയുണ്ടായില്ലെങ്കിൽ ചിതയുരുക്കി ഞാൻ അതിൽ ദേഹത്യാഗം ചെയ്യും. സത്യം. ഈ പ്രസ്താവന സ്വീകരിച്ച രാമൻ ഭരതശത്രുഘ്നന്മാരെ ഗാഢാലിംഗനം ചെയ്തു. 14 സംവത്സരങ്ങൾ മുഴുമിച്ചതും മടങ്ങിച്ചെന്ന് രാജഭരണം ഏറ്റെടുക്കുന്നതാണെന്ന് രാമൻ വാക്കു നൽകി. നിറകണ്ണുകളോടെ രാമൻ അവരെ യാത്രയാക്കി. കൈകേയിയോട് ദയാപൂർവം പെരുമാറണമെന്ന് ഓർമ്മിപ്പിക്കുവാനും രാമൻ മറന്നില്ല. മധുരതരമായി 3 അമ്മമാരോടും സംസാരിച്ചുവെങ്കിലും വികാരവിവശരായ അമ്മമാർക്ക് പ്രതികരണശേഷി ഉണ്ടായിരുന്നില്ല. അനന്തരം അയോധ്യയിലേക്ക് മടങ്ങുക എന്ന് രാമൻ എല്ലാവരോടുമായി താഴ്മയായി അപേക്ഷിച്ചു. എന്നിട്ട് പിന്തിരിഞ്ഞ് പർണശാലയിൽ പ്രവേശിച്ചു. രാമൻ കൺമറഞ്ഞ ശേഷം ഭരതൻ രാമന്റെ മെടിയടികൾ ശിരസിലേറ്റി ശത്രുഘ്ന സമേതനായി രഥത്തിൽ കയറി. ബ്രാഹ്മണർ മുന്നിലും രഥം പിന്നിലുമായി അവർ യാത്ര പുനരാരംഭിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് രാമൻ അത്രിമുനിയെ സന്ദർശിക്കുന്നതും പിന്നീട് ശൂർപ്പണഖയുടെ ആഗമനവും തുടർന്നുള്ള